എടോ ഇതെന്തിനാ ഈ പായൂര് എന്നിട്ട് താനെന്തീ കാണിക്കുന്നെന്ന്? എടോ തന്നോട് ഞാൻ ഇതുപോലെ കട്ടിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇത് വിരിക്കുന്നേ? ഇങ്ങോട്ട് എടോ തനിക്ക് എന്തിനാ ഇത്ര വാശി? എടോ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല, ക്ഷമിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. നന്ദിനി താൻ എന്നോട് മിണ്ടാതിരിക്കരുത്, എന്നെ കൂടെ അത് പറ്റില്ല. എടോ താൻ സംസാരിച്ചില്ലെങ്കിൽ ഈ മുറിയിൽ ഞാൻ ശ്വാസം മുട്ടിയിരുന്ന് മരിച്ചു പോകും. എന്തിനാ വീണ്ടും പോയി അടുത്തത്? എടോ തനിക്ക് ഉറങ്ങാറായെങ്കിൽ ഈ കട്ടിൽ വന്ന് കിടക്കടോ. കട്ടിലല്ലാതെ തന്നെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ തന്നോട് ഞാൻ എങ്ങനെയാടോ പറയുക? എനിക്കറിയാം ഞാൻ കുടിച്ചാൽ തനിക്ക് നല്ല വിഷമമുണ്ടെന്ന്. എടോ എന്ത് ചെയ്യാനാ നന്ദിനി? താനൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാളും ഞാൻ താൻ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി പോലും കുടിക്കാതെ നടന്നു. ഇതിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പോയതുകൊണ്ടല്ലേ. എടോ ചതിക്കപ്പെട്ടെന്നൊരു തോന്നൽ വന്നാ പിന്നെ എന്നെ കൊണ്ട് പിടിച്ചേക്കാൻ കഴിയില്ല. പ്ലീസ് നന്ദിനി, എടോ താൻ എന്നോടൊന്ന് സംസാരിക്കടോ. താൻ ഈ കട്ടിൽ കയറി കിടന്നേ. എന്നാ പിന്നെ താൻ ഇഷ്ടം പോലെ ചെയ്യും. തനിക്ക് എന്നെ ശിക്ഷിച്ച് മതിയാവുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. പോരെ, പ്രശ്നം തീർന്നല്ലോ. എന്നെ ആരും മനസ്സിലാക്കില്ല. എന്റെ ഫീലിങ്സ് ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. എല്ലാവരുടെ മുമ്പിൽ സൂര്യ കുറ്റക്കാരനാണല്ലോ. ഇത്രയും നാൾ ഞാൻ കരുതിയത് തനിക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റൂന്നാ. അതുകൂടി ഇല്ലെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങില്ല. ഓ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നേരം വിളിക്കട്ടെ. സൂപ്പർ തിരിയണം.
നാളെ നേരം വെളുക്കട്ടെ സൂര്യ. എനിക്ക് മുന്നിൽ നീയും നിന്റെ നന്ദിനിയും ഒന്നുമല്ലെന്ന് തെളിയിച്ചിട്ടെ ഹരിത ഇവിടുന്ന് തിരിച്ചു പോവും. ഇതാരാ ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നേ? ഈശ്വര, ആരാ ഈ മഹാഭാവം ചെയ്തത്? രാജേട്ടാ, എന്താ രാജേട്ടാ ഇതെന്താ കയ്യില്? അയ്യോ, എന്റെ ഈശ്വര, ആരാ ഇത് ചെയ്തത്? എനിക്കറിയില്ല മോളെ. ഞാൻ വരുമ്പോ ഇതിങ്ങനെ ഇവിടെ കീറിക്കിടക്കുകയാണ്.